ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിച്ചപ്പം കുറച്ച് താളികൾ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമായിട്ട് കാണിക്കുന്നത് ചെമ്പരത്തി താളിയാണ്. ഈ ചെമ്പരത്തി നമ്മളെല്ലാവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ കിട്ടും. ആ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും പറിക്കുക, നന്നായി കഴുകുക, കാരണം പൊടി ഉണ്ടാവും. നന്നായി കഴുകിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിടുക. മിക്സി ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. നമുക്ക് കൈ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊരു ഇൻസ്റ്റൻറ്റ് താളി. നമുക്ക് പെട്ടെന്ന് താളിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലകൾ പറിച്ചെടുത്തിട്ട് അടിച്ച് ഒരു തോർത്ത് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് അരിക്കാതെയും തലയിൽ തേക്കാൻ പറ്റും, പക്ഷേ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊടികൾ നമ്മളെ തലയിലുണ്ടാവും. അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീം പോലെ താളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറേ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ടും താളി കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് താളി കിട്ടും, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന താളി ഒരു കോഴിത്താളി എന്ന് പറയും. ഇത് കുറുന്തോട്ടീൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നതാണ്. മഴക്കാലം ആകുമ്പോൾ ഈ ചെടി ഒരുപാട് നമ്മളെ പറമ്പിലും റോഡ് സൈഡിലെല്ലാം ഒരുപാട് കാണും. ജസ്റ്റ് ഇതുപോലെ നോക്കുക, ഈ ഇല ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ അടിയിൽ ഈ കളറും മുകളിൽ ഈ കളറായിരിക്കും. ഒരുപാട് കാണും ഒരുമിച്ച്. ഇതിൻ്റെ ഇലകൾ ഇതുപോലെ പിച്ചെടുത്തിട്ട് ഇത് നന്നായി കഴുകിയിട്ട് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുത്താൽ മതി. ഇതും സിമ്പിളാണ്. മിക്സിയിൽ അടിച്ചെടുക്കുക, എന്നിട്ട് ഒരു തോർത്ത് വെച്ചിട്ട്, ഇത് നല്ല മ്യൂസിലേജ് ഉണ്ടാവും. എന്നിട്ട് തോർത്ത് വെച്ചിട്ട് നേരത്തെ ചെമ്പരത്തിയുടെ താളി ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. അടുത്തായി കാണുന്നത് പാടക്കിഴങ്ങ് എന്ന് പറയുന്നതാണ്. പാടത്താളി എന്ന് ഇതിന് പേരുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള ലീഫാണ്. ഇഷ്ടംപോലെ നമുക്ക് പറമ്പിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 ഇലകൾ കൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള താളി നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഇല പിച്ചി ഇട്ട് വെച്ചാൽ തന്നെ നല്ല കട്ടിയുള്ള താളി നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട്, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ കിട്ടും. ഇവിടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ് എളുപ്പത്തിന് വേണ്ടി. കുറച്ച് വെള്ളം ഒഴിക്കണം. എല്ലാ താളിയിലും കുറച്ച് വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു തോർത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലുള്ള താളികൾ കിട്ടുന്നു. അപ്പോൾ താളികളുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. തലക്ക് നല്ല തണുപ്പ് തരും, മുടിക്ക് നല്ല മിനുസം ഉണ്ടാവും, പിന്നെ കുറച്ച് ബലം കൊടുക്കും. പിന്നെ ജലദോഷം, പനി അതുപോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വരുന്ന ആളുകൾ താളി ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അല്ലാതെ ആളുകൾക്ക് ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ 3 തവണയോ താളി ഇഷ്ടം പോലെ ഉപയോഗിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. താങ്ക് യു. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ സേഫ്.